قائمات مقام محمود الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെയും ദിവസങ്ങളെയും സാക്ഷിയാക്കിക്കൊണ്ട് ചരിത്രത്തെ മുന്നോട്ട് നയിക്കുകയാണ്. ലോകത്ത് നടന്ന സംഭവങ്ങൾക്ക് മുഴുവനും സാക്ഷിയാക്കിയത് അല്ലാഹു തആല ദിനരാത്രങ്ങളെയാണ്, ദിവസങ്ങളെ, മാസങ്ങളെ. അതുകൊണ്ട് അല്ലാഹു നേരത്തെ തന്നെ അത് പറഞ്ഞു വെച്ചു. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. മാസങ്ങളുടെ എണ്ണം അല്ലാഹുവിൻ്റെ അടുക്കൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ സമയങ്ങളെ ഗണിക്കുന്നതിന് അല്ലാഹു തആല നിശ്ചയിച്ചത് മാസങ്ങളെയാണ്. അടിസ്ഥാനപരമായി ആ മാസത്തെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല വർഷത്തെയും ദിവസത്തെയും നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് മൊത്തത്തിൽ മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രപഞ്ചം നിർമ്മിച്ചതിന് ശേഷം ഈ പ്രപഞ്ചത്തെ ചരിപ്പിച്ചു വിട്ടു. ഈ പ്രപഞ്ചത്തിലെ ഓരോ ഗോളങ്ങളെയും തിരിച്ചു വിട്ടപ്പോൾ അതിൻ്റെ ചലനത്തിന് അല്ലാഹു തആല അടിസ്ഥാനമായി നിശ്ചയിച്ചത് സമയങ്ങളെയും കാലങ്ങളെയും ആണ്.
ലോകത്തെവിടെയായാലും പ്രപഞ്ചത്തിലെവിടെയായാലും അല്ലാഹുത്താല സമയനിശ്ചയത്തിന് നിശ്ചയിച്ചത് 12 മാസത്തെയാണ്. ദിവസങ്ങൾ വ്യത്യസ്തമാകാം. ഭൂമിയിൽ ഒരു ദിവസം, ഒരു കൊല്ലം പൂർത്തിയാകാൻ 365 ദിവസം. എന്നാൽ തൊട്ടടുത്ത ഗോളങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല. ചൊവ്വയിൽ, ബുധനിൽ, ശുക്രനിൽ 80 ദിവസം, ഭൂമിയിൽ 80 ദിവസമായാൽ ഒരു വർഷമാകുന്ന ഗോളങ്ങളുണ്ട്. അതേസമയം ഭൂമിയിൽ 750 വർഷമായാൽ ഒരു ദിവസമാകുന്ന ഗോളങ്ങളുണ്ട്. അജീബാണ് അള്ളാഹുവിൻ്റെ സംവിധാനം. സാധാരണ പറയാറുണ്ട്, ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്ത് എവിടെയോ താമസിക്കുകയാണ്. 33-ാമത്തെ വയസ്സിലാണ് പോയത്. തിരിച്ചു വരുമ്പോഴും 33 വയസ്സായിരിക്കും. നമ്മൾ സാധാരണ കേട്ടതാണ്. ഭൂമിയിലെ കണക്കനുസരിച്ച് 2000 ചില്ലോം കൊല്ലമായി പോയിട്ട്, എങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ 33 വയസ്സെന്ന് പറഞ്ഞാൽ അതെ, അള്ളാഹുവിന്റെ സംവിധാനത്തിൽ, അവന്റെ പ്രപഞ്ചത്തിൽ അവൻ തിരിച്ചു വിട്ടിരിക്കുന്ന ഗോളങ്ങളിൽ എവിടെയോ ഭൂമിയിൽ 3000-ഓ 5000-ഓ കൊല്ലമായാലും ഒരു ദിവസമാകാത്ത ഗോളങ്ങളുണ്ട്. ഇന്ന സ്ഥലത്താണെന്ന് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു താല ആകാശത്തിലാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. എവിടെ? അള്ളാഹു അല്ല, അള്ളാഹ്ക്കറിയാം. അപ്പൊ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ദിവസമേ ആയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ 2000-3000 കൊല്ലമായിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ എന്താണ് അതിനൊരു പുതുമ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, സയൻസ് പഠിക്കുന്ന പിള്ളേർക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ ഇത്, പ്രപഞ്ചത്തിലെ സമയ നിശ്ചയത്തെ സംബന്ധിച്ച്. നമ്മളിങ്ങനെ അതിശയം പിടിക്കുന്നത് ഈസാ നബി പോകുമ്പോൾ. അപ്പൊ ദീനുൽ ഇസ്ലാമിനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് യുക്തിവാദികളും ബൗദ്ധികവാദികളും പണ്ടൊക്കെ എങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും പറയാൻ ധൈര്യമില്ല. അങ്ങനെ എല്ലാവർക്കും കണക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം എല്ലാവർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയായാലും 12 മാസത്തെയാണ് വർഷത്തിന് നിശ്ചയിച്ചിരിക്കുന്നുള്ള കാര്യം വ്യക്തമാണ്. അത് 1000 കൊല്ലം കൊണ്ടൊരു വർഷമാകുന്ന സമയമായാലും, ഭൂമിയിൽ 50,000 കൊല്ലമാകുമ്പോൾ അവിടെ ഒരു ദിവസമാകുന്ന സമയമായാലും, സൂറത്തു സജദ. അള്ളാഹുവിന്റെ പ്രാപഞ്ചിക സംവിധാനത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദൃശ്യ സംവിധാനത്തിൽ ഒരു വർഷം കഴിയുമ്പോൾ, ഒരു ദിവസം കഴിയുമ്പോൾ ഭൂമിയിൽ 1000 കൊല്ലമാകുമെന്ന് ഖുർആൻ. ഫി യൗമിൻ, ഒരു ദിവസം. കാന മിഖ്ദാറുഹു, ആ ഒരു ദിവസത്തിന്റെ കണക്ക് അൽഫസന, 1000 കൊല്ലമാണ്. മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ ഈ ഭൂമിയിൽ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന 1000 കൊല്ലമായിരിക്കും ആ ഒരു ദിവസത്തിന്റെ ദൈർഘ്യമെന്ന്. ആ ഒരു ദിവസം കഴിയാൻ എത്ര എടുക്കും? അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ സമയത്ത് നിശ്ചയിക്കേണ്ടത് അള്ളാഹുവാണ്. വേറൊരു ആയത്തിൽ എന്താ പറഞ്ഞത്? ഫി യൗമിൻ കാന, ആഖിറവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫസന. ഇവിടെ 50,000 കൊല്ലം കഴിയുമ്പോഴേ അവിടെ ഒരു ദിവസമാവും. ഇപ്പം മഹ്ശറിയിലെ കാത്തിരിപ്പിനെ പറ്റി നന്നായിട്ട് മനസ്സിലാവുമല്ലോ. മഹ്ശറിയിലെ കാത്തിരിപ്പ്, ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് പ്രവാചകന്മാരെടുത്ത് പോയി അള്ളാഹുവിനോടൊന്ന് പരാതി പറയാൻ, ആ മഹ്ശറിയിലെ കാത്തിരിപ്പിന്റെ ദൈർഘ്യമാണ് അവരതിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ സമയകാലങ്ങളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അത് നിശ്ചയിക്കേണ്ടത് അള്ളാഹു പറഞ്ഞല്ലോ, ലാ തസുബ്ബു ദഹ്ർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. കഷ്ടകാലം, ദുഷ്ടകാലം നിങ്ങൾ പറയരുത്. ഒരിക്കലും കാലം ചീത്തയാകുകയില്ല. അള്ളാഹു പറഞ്ഞു, ഇന്നമാ അന ദഹ്ർ, ഞാനാണ് കാലം. ഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും മാറ്റി മാറ്റി നിർത്തുന്നത് ഞാനാണ് സമയത്തിന്റെ സ്ഥാപകൻ. അതിൽ നാശമുണ്ട്, അല്ലെങ്കിൽ ദുഃഖമുണ്ട്, അല്ലെങ്കിൽ കേടുണ്ട്, ശനിയുണ്ട്, ചൊവ്വയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളതിനെ ചീത്ത പറയരുത്. അത് എന്നെ ചീത്ത പറയലാണെന്ന് പറഞ്ഞു അല്ലാഹു തആല. അതുകൊണ്ട് സമയദോഷത്തിന് ഞാൻ അവിടെ പോയി എന്ന് പറയില്ല നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ. സമയദോഷത്തിന് ഞാൻ അവിടെ പോയി. ഗ്രഹപ്പിഴ ഒരിക്കലും പറഞ്ഞു പോകരുത്. എൻ്റെ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് ഞാൻ അവിടെ പോയി. എന്തൊരു രസമുണ്ട് ആ വാക്കിന്, ഇല്ലേ? എന്തൊക്കെ ഒരു കാര്യം സംഭവിച്ചാൽ എൻ്റെ അള്ളാഹു ആ കാര്യം നടത്തി. അതിന് സമയത്തിനോ കാലത്തിനോ വസ്തുക്കൾക്കോ ശക്തികൾക്കോ വ്യക്തികൾക്കോ ബന്ധമില്ല. എൻ്റെ റബ്ബായ അള്ളാഹുവിനാണ് അതിൽ ബന്ധം. അതാണ് ഈമാൻ. ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. എന്ത് വിഷയം വരുമ്പോഴും അത് ആരിലേക്ക് ചേർക്കണം? അള്ളാഹുവിലേക്ക് ചേർക്കണം. സബബിലേക്ക് ചേർത്ത് സംസാരിക്കരുത്. അസ്ബാബിലേക്ക്
മുസബ്ബിബിലേക്ക് ചേർത്ത് സംസാരിക്കണം. അതാണ് മുഅ്മിൻ. അവരെ നാവിൽ എപ്പോഴും റബ്ബാണ്. ഒരാൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വന്നു. ആരോ ചോദിച്ചു എങ്ങനെയാ വന്നത്? അയാൾ പറഞ്ഞു ഓട്ടോറിക്ഷയിലാണ് വന്നത്. എങ്ങനെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഓട്ടോറിക്ഷയിലാണ് വന്നത്. അയാൾ സബബിലേക്ക് ചേർത്ത് സംസാരിച്ചു. ഇസ്ലാമിൻ്റെ ബാലപാഠം പഠിച്ചവർക്കുള്ള വാക്കാണത്. LP സ്കൂളുകാരനാണ് മുസ്ലിം, ഹൈസ്കൂളുകാരനാണ് മുഅ്മിൻ, യൂണിവേഴ്സിറ്റി പഠിക്കുന്നവനാണ് മുഹ്സിൻ. അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ 3 ദർജകളാണ്. അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇഹ്സാന്റെ ദർജയാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനി. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അതൊന്നല്ല അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 1,00,000 മുസ്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിൽ 1000 ആയിരിക്കും മുഅ്മിനീങ്ങൾ. 1000 മുഅ്മിനീങ്ങൾ, അതിൽ 10 മാത്രമായിരിക്കും മുഹ്സിനീങ്ങൾ. മുസ്ലിം വേറെ, മുഅ്മിൻ വേറെ, മുഹ്സിൻ വേറെ. ഞാൻ ഉദാഹരണം പറഞ്ഞു തരാറുണ്ട്, സാധാരണ പറയാറുണ്ട്, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ ഇറങ്ങി വാഹനമൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടി, ഓട്ടോറിക്ഷയാണ് കിട്ടിയത്. ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ഒന്ന് എന്നെ ലിനിയയിൽ കൊണ്ട് വിട്ടുതരണമെന്ന് പറഞ്ഞു. ഭാര്യ ചോദിച്ചു എങ്ങനെയാ വന്നത്? എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി, എങ്ങനെയാ വന്നത്? അയാളയിലേക്കാണ് അയാൾ യാത്രയെ ചേർത്തത്, സബബിലേക്ക് അല്ലേ, ഓട്ടോറിക്ഷയിലേക്ക് ചേർത്തിട്ടാണ് സംസാരിച്ചത്. ഇതൊരു നാടൻ മുസ്ലിം, ഷഹാദയും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും പൂർത്തിയാക്കുന്ന ഒരു LP സ്കൂളുകാരനായ മുസ്ലിം. ഒരു LP സ്കൂളുകാരൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അവൻ ഷഹാദത്ത് പൂർത്തിയാക്കുന്നവനായിരിക്കും, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനായിരിക്കും, സക്കാത്ത് നോമ്പ് ഹജ്ജ് കൃത്യമായി നിർവഹിക്കുന്നവനായിരിക്കും. അവനാണ് ഒരു ശരാശരി മുസ്ലിം LP സ്കൂളുകാരൻ. നമ്മുടെ വിചാരം നമ്മളാണ് എല്ലാം എന്നാണ്. 5 നേരം കൃത്യമായി നിസ്കരിച്ച അവൻ്റെ വിചാരം ഞാനാണ് തിരക്കുകളാണ്. ഹജ്ജിന് പോയ പിന്നെ അവൻ്റെ കഥ പറയേ വേണ്ട, ഇപ്പം എല്ലാം ഞാനാണ്. ഇല്ല, ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ ഒരു LP സ്കൂളുകാരനായി, ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു LP സ്കൂൾ പഠിച്ചവനായി. മതിയോ? അതേ അവസരത്തിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ അള്ളാഹു ഒരു ഓട്ടോറിക്ഷ എത്തിച്ചു തന്നു, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിപ്പോയേനെ, അങ്ങനെ ഞാൻ വന്നത്. ഒരു ഹർത്താൽ ദിവസമാണെന്ന് വിചാരിച്ചോ, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ വണ്ടിയൊന്നും കിട്ടിയില്ല, അങ്ങനെ കാത്തിരുന്നിട്ട് കിട്ടിയതാണ്. ഇയാൾ മുഅ്മിൻ. മുഅ്മിൻ എന്താ ചെയ്യുക? സബബിനെ മുസബ്ബിബിലേക്ക് ചേർത്ത് സംസാരിക്കും. ഇവിടെ ഓട്ടോറിക്ഷ സബബാണ്, മുസബ്ബിബ് അള്ളാഹുവാണ്. അദ്ദേഹം സംസാരിച്ചത് എനിക്കൊരു ഓട്ടോറിക്ഷ അള്ളാഹു താല എത്തിച്ചു തന്നു, അങ്ങനെയാണ് ഞാൻ. എല്ലാം അള്ളാഹുവിലേക്ക് കണക്ഷൻ. അത് മുഅ്മിൻ. UP സ്കൂളുകാരൻ, ഫൈനൽ സ്റ്റേജുകാരൻ, അതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ എന്ന് പറയും എൻ്റെ അള്ളാഹു എന്നെ എത്തിച്ചു. നോ കമൻസ്. പിന്നെ എന്ത് ചോദിക്കാനുള്ളത്? ഭാര്യ അതേ ഡിഗ്രിക്കാരത്തിയാണെങ്കിൽ ഭാര്യ എന്ത് ചോദിക്കും? അൽഹംദുലില്ലാഹ് അല്ലേ? ഇതേ ഹിസാന്റെ ദർജയിൽ തന്നെയാണ് ഭാര്യ എങ്കിൽ ഭാര്യ എന്ത് മറുപടി പറയുക? അൽഹംദുലില്ലാഹ്. UP സ്കൂളുകാരത്തിയാണെങ്കിലോ ഭാര്യ എന്താ ചോദിക്കുക? അന്ന് തന്നെ എല്ലാവരും എത്തിക്കല്ലേ, നിങ്ങളതിനാ വന്നതെന്നാ ഞാൻ ചോദിച്ചതെന്ന് പറയും. LP സ്കൂളിൽ എത്തിയാണെങ്കിലോ എല്ലാവരും അന്ന് തന്നെ എത്തിക്കല്ലേ, നിങ്ങളിപ്പം വന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചത് എന്ന് പറയും. വ്യത്യാസം മനസ്സിലായില്ലേ പ്രയോഗത്തിൻ്റെ? LP സ്കൂളുകാരൻ്റെ പ്രയോഗം, UP സ്കൂളുകാരൻ്റെ പ്രയോഗം, ഹൈസ്കൂളുകാരൻ്റെ പ്രയോഗം. നമ്മൾ ആരാകണം? നമ്മൾ ഹൈസ്കൂളുകാരനാവണം. അതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതാണ് ഇഹ്സാൻ. നിന്റെ മുമ്പിൽ തന്നെ അള്ളാഹ് ഉണ്ടെന്നുള്ള രീതിയിൽ വേണം എല്ലാ ഇടപാടുകളും. നിന്റെ മുമ്പിൽ അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉഅ്ബുദു റബ്ബക കഅന്നക തറാഹു. നീ കാണുന്നുണ്ട് നിന്റെ റബ്ബിനെ. ഞാൻ പറയുന്നത്, ഞാൻ കേൾക്കുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ അനങ്ങുന്നത്, ഞാൻ ആടുന്നത്, എൻ്റെ റബ്ബിനെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ റബ്ബെന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, അതാണ് ക്ലൈമാക്സ് യോഗ്യത. അത്രയും എത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇല്ലം തക്കും തറാഹു ഫഇന്നഹു യറാക്. അത്രയും നിനക്ക് എത്താൻ കഴിയുന്നില്ല. നിന്റെയും അള്ളാൻ്റെയും ഇടയിൽ എന്തൊക്കെയോ വന്നു ചേരുന്നു. ചിലപ്പോൾ സമ്പത്ത് ദീനാറും ദിർഹമും വരും, അങ്ങനെ ചിലപ്പോൾ സമ്പത്ത് അധികാരം വരും, ചിലപ്പോൾ ശേഖന്മാരോ വലിയകളോ വരും, ചിലപ്പോൾ മലക്കുകളോ ജിന്നുകളോ വരും, അങ്ങനെ ചിലപ്പം സംഘടനയോ നേതൃത്വമോ വരും. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങോട്ട് വന്നു പോന്നു. എന്തൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നിനക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മനസ്സിനിളക്കിയിട്ട് കഅന്നക തറാഹു ഇല്ലം യകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹു നിന്നെ കാണുന്നുണ്ട് അങ്ങ് ധരിക്കണം. നീ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ എൻ്റെ കണ്ണിന് യോഗ്യതയില്ല, പക്ഷെ എൻ്റെ അള്ളാഹ്ക്ക് എല്ലാ യോഗ്യതയുണ്ടല്ലോ, എല്ലാം കാണുമല്ലോ എൻ്റെ അള്ളാഹ്. അപ്പം എന്നെ കാണുന്നുണ്ട്. ഇതാണ് ഇഹ്സാന്റെ ദർജ. അവിടെ എത്തണം നമ്മൾ മരിക്കുന്നതിന് മുമ്പ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല സമയകാലങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനമാണ് ലോകത്തിന് ചരിത്രമായി പഠിപ്പിച്ചത്. സമയങ്ങളെയും കാലങ്ങളെയും. അതുകൊണ്ടാണ് ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 12 മാസത്തെ ഡിവൈഡ് ചെയ്തത്. 12 മാസത്തിൽ 7 മാസത്തെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന്റെ ഹുക്കുമനുസരിച്ച് അമൽ ചെയ്യാനുള്ള മാസമാക്കി അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചു തന്നു. ആ മാസത്തിന് പ്രത്യേകതകളുണ്ട്. അതിന് റിസാലത്തിന്റെ കയ്യൊപ്പുണ്ട്, ശരീഅത്തിന്റെ അംഗീകാരമുണ്ട്. അത് 7 മാസം മാത്രമാണ്. 7 മാസങ്ങൾക്ക് മാത്രമേ ശ്രേഷ്ഠതയുടെ പേരിലോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പേരിലോ അംഗീകാരമുള്ളൂ ശരീഅത്തുൽ ഇസ്ലാമിൽ. ബാക്കി 5 മാസം ന്യൂട്രാക്കി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ 5 മാസത്തിന് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അംഗീകരിച്ച അഅ്മാലുകളോ അനുഷ്ഠാനങ്ങളോ ഇല്ല. ഈ 5 മാസത്തിന് എന്തിനാണ് അങ്ങനെ വേർതിരിച്ചത്? ലിയബ്ലുവക്കും, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ പരീക്ഷിക്കാനാ. അള്ളാഹ് സംവിധാനിച്ചത് മാത്രം അംഗീകരിക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ വക വല്ലതും കൂട്ടിച്ചേർക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആലക്ക് അറിയണം. ലിയബ്ലുവക്കും ലിയമീസല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ്. മുസ്ലിമീങ്ങളെ കൂട്ടത്തിലെ ശുദ്ധിയുള്ളവരെ, വൃത്തിയുള്ളവരെ വൃത്തികേടുള്ളവരിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു തആല അങ്ങനെ ചെയ്യുന്നത്. ശരീഅത്തിന്റെ അംഗീകാരവും റിസാലത്തിന്റെ കയ്യൊപ്പും ആദരവിനും അനുഷ്ഠാനത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയ 7 മാസങ്ങൾ. അതിൽ ഒന്നാമത്തത് റജബ് മാസമാണ്, രണ്ടാമത്തത് ശഅബാൻ, 3 റമളാൻ, 4 ദുൽഖഅദ, 5 ദുൽഹിജ്ജ, 6 മുഹറം. റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഈ 7 മാസങ്ങൾക്ക് മാത്രമേ ശരീഅത്തിൽ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠതകളോ അനുഷ്ഠാനപരമായ ആചാരപരമായ അനുഗ്രഹങ്ങളോ ഉള്ളൂ. ഏതൊരു കാര്യവും ശ്രേഷ്ഠമാണ് എന്ന് പറയണമെങ്കിൽ, ഏതൊരു കാര്യവും നല്ലതെന്ന് പറയണമെങ്കിൽ റിസാലത്തിന്റെ കയ്യൊപ്പ് വേണം. എന്താ കാര്യം? നമ്മൾ മുഹമ്മദി റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തവരാണ്. അതുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് മുഹമ്മദി റിസാലത്ത് അനുസരിച്ചേ ഞാൻ ചെയ്യുള്ളൂ. മുഹമ്മദി റിസാലത്ത് എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഇമാം ഷാഫിഈ പറഞ്ഞത് ഇങ്ങനെയാ: തീർച്ചയായിട്ടും നീ രണ്ടാമത്തെ ഷഹാദത്തിനെ ദുർബലപ്പെടുത്തിയവനാണ്. മുഹമ്മദി റിസാലത്ത് എന്താന്ന് എനിക്കറിയില്ല, എന്റെ സംഘടന ഇങ്ങനെയാണ് തീരുമാനിച്ചത്, തീർച്ചയായും അവൻ 2ാം ഷഹാദത്തിനെ ദുർബലപ്പെടുത്തിയവനാണ്. ഏതൊരു വിഷയം നമ്മൾ ചെയ്യുമ്പോഴും നീ എന്താണ് ചെയ്തത്? എൻ്റെ റസൂലുള്ളാഹി അങ്ങനെയാണ് എനിക്ക് പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അത് എല്ലാവർക്കും സാധിക്കോ? എല്ലാവർക്കും സാധിക്കില്ലെങ്കിൽ എല്ലാവരും മുസ്ലിം ആവില്ല. മുസ്ലിം ആകണമെങ്കിൽ 2 ഷഹാദത്ത് ക്ലിയർ ആകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ ക്ലിയർ ആവണം, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ ക്ലിയർ ആവണം. അത് എല്ലാവർക്കും പഠിക്കാൻ കഴിയോ? പഠിക്കാൻ കഴിയില്ലെങ്കിൽ നീ മുസ്ലിം എല്ലാം തീരുമാനിക്കും അല്ലാഹു തആല. ഷഹാദത്തില്ലാത്തവൻ മുസ്ലിം അല്ല, കാഫിറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായാൽ അവൻ കാഫിറായി, മുഹമ്മദ് റസൂലുള്ളാഹി ബാത്തിലായാൽ അവൻ കാഫിറായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കാൻ അല്ലാഹു തആല സംവിധാനിച്ചതാണ് ജാറങ്ങൾ. ജാറങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദത്തിനെ ബാത്തിലാക്കാനാണ്. ഷൈത്താന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു ആയുധമാണ് ജാറങ്ങൾ. എന്താണ് ജാറങ്ങളുടെ ദുരന്തം? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയെ ബാത്തിലാക്കി കളയും. അശ്ഹദു, ഞാൻ ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്ത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. യാഥാർത്ഥ്യത്തോടുകൂടി എനിക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് എൻ്റെ അള്ളാഹു മാത്രമായിരിക്കും. അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഇതാണ് ഒന്നാമത്തെ ഷഹാദ. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പാട്ടുപാടാനുള്ളതല്ല. അത് അല്ലാഹു തആല ആവർത്തിച്ച് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന മുസ്ലിമീങ്ങളോട്. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഷഹാദ ആക്കിയത്. നിർബന്ധമായും ഷഹാദ പറഞ്ഞിരിക്കണം. ബാങ്ക് കൊടുക്കുമ്പോൾ അത്തഹിയാത്തിൽ ഷഹാദ പറഞ്ഞിരിക്കണം നിർബന്ധമായും. എന്തിനാണെന്നറിയുമോ? അത് നമ്മൾ ഓർമ്മിപ്പിക്കാനാണ്. അല്ലാഹു തആല നീ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹ്ക്ക് കരാർ കൊടുത്തവനാണ് കേട്ടോ. ഇനി ഇറങ്ങുമ്പോൾ അല്ലാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും പോയേക്കരുത്. ഏത് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്ന സമയത്ത് കാലൊരു കല്ലിന് വെച്ച് കുത്തി. ഒരു കല്ലിന് നടക്കുമ്പോൾ വേദന. തങ്ങളെ സാധാരണക്കാരൻ്റെ നടന്നു വരും. വല്ലാഹി അവൻ്റെ ഷഹാദ ബാത്തിലാണ്. അവൻ്റെ ഒന്നാമത്തെ ഷഹാദ ബാത്തിലായി. വെറും ഒരു മമ്പർത്തങ്ങളെ അല്ലെങ്കിൽ ഉള്ളാൾ തത്തങ്ങളെ എന്ന് പറയലോടുകൂടി പ്രായപൂർത്തി തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ നിസ്കാരവും ബാത്തിലായി. അതൊക്കെ എന്നാൽ നിസ്കാരം, ആ പ്രായപൂർത്തി തൊട്ട് ഇങ്ങോട്ടുള്ള നിസ്കാരം റിക്കാർഡ് ക്ലിയറായി നിൽക്കണമെങ്കിൽ നമ്മുടെ ഷഹാദ ലൈവായിരിക്കണം.
അതെങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ നീ നടപ്പിൽ വരുത്തുക? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഷഹാദ വഅശ്ഹദു, ഇനിയും ഞാൻ ജീവിച്ച് തെളിയിക്കുമെന്ന് എൻ്റെ അള്ളാഹ്ക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു. വഅശ്ഹദു എന്ത്? അന്ന മുഹമ്മദൻ, ആ മുഹമ്മദി എന്ന് പറഞ്ഞ വ്യക്തി റസൂലുള്ളാഹ്, അള്ളാഹ് എനിക്ക് വേണ്ടി അയച്ചു തന്ന റസൂലാണ്. അതുകൊണ്ട് ആ റസൂലിനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യുള്ളൂ. രണ്ടാമത്തെ ഷഹാദ. ഞാൻ ചോദിക്കട്ടെ, വളരെ നിഷ്പക്ഷമായി എൻ്റെ നഫ്സോടും ഈ ഇരിക്കുന്ന നിങ്ങളോടും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരോടും. മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർ രണ്ട് വിഭാഗമാണ്, ഒന്ന് സലഫികൾ, മറ്റൊന്ന് പാരമ്പര്യക്കാർ. ഞാൻ ചോദിക്കട്ടെ, വളരെ വളരെ നിഷ്പക്ഷമായി ചോദിക്കട്ടെ, ഈ ഷഹാദ, രണ്ട് ഷഹാദ, അത് മരിക്കുന്നത് വരെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നിലനിന്നോളുമെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? ബാത്തിലാവുകയോ ശക്തിപ്പെടുകയോ ഇല്ല എന്നാണോ കരുതി വെച്ചിരിക്കുന്നത്? നമ്മൾ ശരിക്കും വിശ്വസിക്കുന്ന നിസ്കാരം, ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾ, രണ്ടാമത്തെ കാര്യം നിസ്കാരം. അതിന് ഷർത്തുണ്ട്, ഫർളുണ്ട്, ബാത്തിലാകുന്ന കാര്യങ്ങളുണ്ട്, സഹിയാകാനുള്ള ആവശ്യങ്ങളായ കാര്യങ്ങളുണ്ട്, ഇല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടില്ലേ ശരിക്ക്? സക്കാത്ത് സഹിയാകാൻ ഷർത്തുകളില്ലേ? നോമ്പ് സഹിയാകാൻ ഷർത്തുകളില്ലേ? ഹജ്ജ് സഹിയാകാൻ ഷർത്തുകളില്ലേ? എന്താ ഈ ഷഹാദത്തിൻ്റെ ഷർത്ത് മാത്രം നമ്മൾ പഠിക്കാതെ പോയത്? അതെ, ജൂതൻ്റെ ഇടപെടൽ വളരെ കൃത്യമാണ് അക്കാര്യത്തിൽ. മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഇല്ലാതാക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. അത് പരമ്പരാഗതമായി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സ്വീകരിച്ച രീതിയാണ്. ഒന്നാമത്തെ കാര്യമായ ഷഹാദ ദുർബലപ്പെടുത്തിയാൽ മതി. അതോടുകൂടി മുസ്ലിമിൻ്റെയും ഇസ്ലാമിൻ്റെയും കഥ തീരുമെന്ന് അവർക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ ബാത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഷീഈ സംവിധാനം ഉണ്ടായത്. ജീവിച്ചിരിക്കുന്ന ശൈഖുകളെയും വലിയകളെയും മഹാന്മാരാക്കി നിർത്തിക്കൊണ്ട് അവരെ അനുസരിക്കുന്ന ഒരു രീതി ഉണ്ടായത് രണ്ടാം ഷഹാദ ബാത്തിലാക്കാനാണ്. അതുകൊണ്ടാണ് ഷീഇയ്യത്തും സൂഫിയ്യത്തും ജൂതന്റെ വകയാണെന്ന് നാം പറഞ്ഞത്. ഷീഇയ്യത്തും സൂഫിയ്യത്തും, സൂഫിയ്യത്ത് ഷീഇയ്യത്തിന്റെ ഭാഗമാണ്. ഷീഇയ്യത്തിന്റെ അഡ്രസ്സിൽ ഇസ്ലാമിനെ കൊല്ലാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഷീഇയ്യത്തിന്റെ അന്തർഭാഗമായിട്ട് സൂഫിയത്തിനെ ജൂതൻ നടപ്പിലാക്കിയത്. സൂഫി ഷേഖുകളെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അവരയച്ചു, കോടികൾ ചെലവഴിച്ചിട്ട്. എന്ത് പൈസ ചെലവാക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെയാണ് യമനിൽ നിന്ന് സൂഫി ഷേഖുകൾ കേരളത്തിലേക്ക് വന്നതും കേരളത്തിലെ ഇസ്ലാമിനെ കൊന്നു കുഴിച്ചു മൂടിയതും, അല്ലേ? 2 ഷഹാദത്തും മരിച്ചു കിടക്കുന്ന കേരളത്തിൽ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ളയല്ലേ ഒരു 300 കൊല്ലം മുമ്പ് ആ ഷഹാദത്തിനെ പുനർജീവിപ്പിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം 1924 സലഫി പ്രസ്ഥാനം കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അതോടുകൂടിയല്ലേ ഇസ്ലാമിന്റെ ഷഹാദ പുനർചിന്തൽ കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയത്. അതേപോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും അഹ്ലെ ഹദീസ് എന്ന അഡ്രസ്സിൽ വടക്കേ ഇന്ത്യയിലും ഷഹാദ പുനർനിർമ്മാണം നടത്തിയില്ലേ? ജൂതൻ ഷിയാക്കളെ ഉപയോഗിച്ച് കൊന്നു കുഴിച്ചു മൂടിയ ഷഹാദത്തിനെ നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് പുനർജീവിപ്പിക്കുകയായിരുന്നില്ല ചെയ്തത്. അതെ, അതുകൊണ്ട് തന്നെ ഷീഈ ഏജന്റുകൾക്കും ജൂത ഏജന്റുകൾക്കും സെൽഫിയത്ത് തലീക്കേറാത്തത് അതുകൊണ്ടാണ്. അവര് ഏതാണ്ട് ഒരു 1300 കൊല്ലത്തെ പരിശ്രമ ഫലമായി ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകുകയാണ്. മുഹമ്മദി റിസാലത്തനുസരിച്ച്, അഥവാ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അംഗീകരിച്ച സമയകാലങ്ങളെ വേണം നാം അനുഷ്ഠാനാധാരങ്ങൾക്ക് നിശ്ചയിക്കാൻ. അതിൽ ഒന്നാമത്തത് റജബാണ്. റജബിന് റിസാലത്തിന്റെ കയ്യൊപ്പുണ്ട്, അത് ആദരവുള്ള മാസമാണ് എന്നതിന്. ശരീഅത്തിന്റെ അംഗീകാരമുണ്ട്, റജബ് ആദരവിന്റെ മാസമാണ് എന്നതിന്. പക്ഷെ അനുഷ്ഠാനത്തിന് തെളിവില്ല. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ റജബ് മാസത്തിൽ ഒരു സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലാനില്ല, ഒരു നോമ്പും നോക്കാനില്ല, ഒരു ദിക്റും ചെയ്യാനില്ല. റജബ് മാസത്തിന്റെ പ്രത്യേകതയിൽ, അഥവാ റജബ് മാസത്തിന്റെ പ്രത്യേകതയിൽ എന്തെങ്കിലും നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി അത് യുദൈസമാണ്, അത് ഷീസമാണ്, അത് സൂഫിസമാണ്. അത് റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് ബാത്തിലാക്കാനുള്ളതാണ്. റജബ് 25 നോമ്പ് പോലെ ദീനിൽ ഒരു അഡ്രസ്സും ഇല്ലാത്തൊരു നോമ്പാണത്. രണ്ടാമത്തത് ഷഅബാൻ. ഷഅബാൻ ആദർശത്തിന്റെ മാസമാണ്, അനുഷ്ഠാനത്തിന്റെയും മാസമാണ്. ആദരവിന്റെ മാസമാണ്, അനുഷ്ഠാനത്തിന്റെയും മാസമാണ്. രണ്ടും റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അംഗീകരിച്ചു തന്നതാണ്. ഷഅബാൻ ആദരിക്കണം, ഷഅബാനിൽ അനുഷ്ഠാനവും ഉണ്ട്. ഷഅബാൻ മുഴുവനും നോമ്പ് നോക്കാം, ഇടയ്ക്കൊന്നോ രണ്ടോ ഒഴിവാക്കിയാൽ മതി, റമദാൻ പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം ഷഅബാനെ ആദരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് റമളാൻ. ആർക്കാണ് സംശയം?
ആദരവിൻ്റെതുമാണ്, ആദർശത്തിൻ്റെതുമാണ്, അനുഷ്ഠാനത്തിൻ്റെതുമാണ്. മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ച് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ചതാണ് റമദാൻ മാസത്തിന്റെ ആദരവും അതിനുള്ള പ്രത്യേക അനുഷ്ഠാനങ്ങളും. മനസ്സിലാകുന്നുണ്ടല്ലോ പറയുന്നത്. നാലാമത്തത് ശവ്വാല് മാസമാണ്. ശവ്വാല് മാസം ആദരവിൻ്റെതാണ്, അനുഷ്ഠാനത്തിൻ്റെതും ആണ്. ആദരിക്കണം ശവ്വാല് മാസത്തെ. ഒപ്പം ചെറിയ പെരുന്നാൾ ശവ്വാൽ 1-ാം തീയതിയാണ്, അല്ലേ? ചെറിയ പെരുന്നാൾ എപ്പോഴാണ്? ശവ്വാൽ 1-നാണ്. നമ്മൾ അനുഷ്ഠിക്കണം. 6 നോമ്പ് ശവ്വാൽ മാസത്തിലാണ്. അപ്പൊ എന്തായി? ആദരവിൻ്റെതുമായി, അനുഷ്ഠാനത്തിൻ്റെതുമായി, അമലിൻ്റെതുമായി. അതിന് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ തെളിവുണ്ട്. 5-ാമത്തെ മാസം ദുൽഖഅദ് മാസമാണ്. ദുൽഖഅദ് മാസം ആദരവിൻ്റെതു മാത്രമാണ്, അനുഷ്ഠാനത്തിൻ്റെതല്ല. ദുൽഖഅദ് മാസത്തിൽ പ്രത്യേകമായൊരു അനുഷ്ഠാനമില്ല. ശവ്വാല് മുതൽ അങ്ങോട്ട് കോമൺ ആയിട്ടൊരു അനുഷ്ഠാനമുണ്ട് ശരീഅത്ത് അംഗീകരിച്ചത്. എന്താണെന്നറിയോ? ഹജ്ജിന് ഇഹ്റാം കെട്ടുക എന്നതാണ്. ഹജ്ജിന് എപ്പം മുതലേ ഇഹ്റാം കെട്ടാം? ശവ്വാൽ 1 മുതലേ ഇഹ്റാം കെട്ടാം. ശവ്വാൽ 1 മുതലേ ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിക്കാം. മുഹരിമായിരിക്കുന്നു മാത്രം. ഇഹ്റാമോടുകൂടി ആയിരിക്കും ആ ദിവസം വരെ. ഇത് ആ വസ്ത്രത്തിൽ, ആ ചിട്ടയോടെ, ആ നിയമത്തോടെ ഏതാണ്ട് 10-ന്റെ അന്ന് കല്ലു എറിഞ്ഞിട്ട് മുടിയും കളഞ്ഞിട്ട് തഹല്ലിലാകുക. അത് ദുൽഖഅദിലും പറ്റും. പക്ഷെ ദുൽഖഅദിന്റെ പ്രത്യേകതയല്ല, ശവ്വാല് മുതൽ അങ്ങോട്ടുള്ള മൊത്തത്തിലുള്ള പ്രത്യേകതയാണ്. 6-ാമത്തത് ദുൽഹിജ്ജ മാസമാണ്. ആദരവിൻ്റെതാണ്, അനുഷ്ഠാനത്തിൻ്റെതാണ്, അല്ലേ? ദുൽഹിജ്ജ മാസത്തെ ആദരിക്കണം. അനുഷ്ഠാനം. അല്ലാഹു അക്ബർ. 1 മുതൽ 10 വരെ, 1 മുതൽ 9 വരെ, 1 മുതൽ 9 വരെ നോമ്പ് കൊണ്ട് അനുഗ്രഹീതമാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ. 10-ന്റെ അന്ന് ഹജ്ജാണ്. 8, 9, 10 അയ്യാമു മിനായിൽ താമസിക്കേണ്ട ദിവസങ്ങളാണ്. 9-ന്റെ അന്ന് അറഫയാണ്. 11, 12, 13 അയ്യാമു തശ്രീഖിന്റെ ബഹുമാനമുള്ള ദിവസങ്ങളാണ്. ഇതൊക്കെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തന്ന നിയമങ്ങളാണ്. 7-ാമത്തത് മുഹറം മാസമാണ്. ആ മുഹറം മാസത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അംഗീകരിച്ചു തന്ന ആദരവിന്റെ മാസങ്ങളിൽ അവസാനത്തെ മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസത്തോടുകൂടി ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ ക്ലോസ് ചെയ്ത് മുഹമ്മദി റിസാലത്തിലേക്ക് കടക്കുകയാണ് അല്ലാഹു തആല. അത്ഭുതങ്ങളാണ് നടന്നത്. കഴിഞ്ഞുപോയ കാല ചരിത്രത്തെ മുഹറം മാസത്തിൽ അത് ക്ലോസ് ചെയ്യുന്നു, വ്യക്തികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതിൽ പ്രത്യേക അമലുകൾ നിശ്ചയിച്ചുകൊണ്ട്. തൗഹീദി സംവിധാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനം ചരിത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു തആല ചെയ്ത രീതിയാണ് പഠിപ്പിക്കുന്നത്. 1-ാമത്തെ ഘട്ടം ആദമി കാലഘട്ടമാണ്. ഇന്നല്ലാഹ അസ്തഫ ആദം. ചരിത്രത്തിൽ ആദമി കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? 100% മുവഹിദുകൾ മാത്രം ജീവിച്ചു ആ കാലഘട്ടത്തിൽ. ഭൂമിയിൽ മനുഷ്യർ, ഭൂലോകത്ത് മനുഷ്യർ, മുശ്രിക്കായ ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. 100% മുവഹിദുകളായിരുന്നു ആ കാലഘട്ടത്തിലെ മനുഷ്യർ. അതാണ് ആദമി കാലഘട്ടത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നില്ല ആ കാലഘട്ടത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ തൗഹീദുമായി, തൗഹീദിന്റെ ദഅവത്തുമായി റസൂലുകൾക്ക് വരേണ്ടി വന്നില്ല. അതുപോലെ ഇസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയിലില്ല, റബ്ബുനല്ലയാണ് ചർച്ചയിലുള്ളത്. സീസ്നബിന്റെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയിലില്ല, റബ്ബുനല്ലയാണ് ചർച്ചയിൽ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. എന്റെ റബ്ബ് അല്ലാഹു ആണ്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അടിസ്ഥാനം ബാത്തിലായപ്പോൾ അതിനെ പരിഹരിക്കാനുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെ, അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ച മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാനുള്ള യുദ്ധവാക്യം, ജിഹാദ് വാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ആദ്യത്തെ വാക്കിന് ലാ എന്ന നെഗേഷൻ വന്നത്. നിരാകരണം, ഇല്ല. ലാന്റെ അർത്ഥം എന്താ? ഇല്ല. ആദ്യം വേണ്ടത് ഇല്ല എന്ന് അംഗീകരിക്കലാണ്. എന്നിട്ട് ഇല്ലല്ലാഹ്, ഇല്ല എന്നത് സ്ഥിരീകരണത്തിന്റെ വാചകമാണ്, സ്ഥിരപ്പെടുത്താനുള്ളതാണ്, ഉണ്ട് എന്ന് സ്ഥാപിക്കാനുള്ളതാണ്. അപ്പോൾ ഒരുത്തൻ മുസ്ലിം ആകണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് ഇല്ല എന്ന് സ്ഥാപിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് ഉണ്ട് എന്നും. ഇല്ല എന്ന് എന്താണ് സ്ഥാപിക്കേണ്ടത്? അല്ലാഹു അല്ലാത്ത ഒന്നും ഇല്ല. ലാ ഇലാഹ.
ഭയങ്കര സംവിധാനമാണ് ഇസ്ലാമിന്റെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 10 തലമുറ അള്ളാഹുവാണ് റബ്ബ് എന്നതിൽ തീവ്രവും ശക്തവുമായിട്ട് നിലനിന്നവരാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്, പൂർണ്ണമായും തൗഹീദിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലൊന്നും റസൂല് വന്നിട്ടില്ല. റസൂലിന്റെ ജോലി ദഅവത്തും കൂടിയാണ്. നുബുവത്തിന്റെ ജോലി നുബുവത്തുൽ തർബിയ, അള്ളാഹുവാണ് റബ്ബ് എന്നതിൽ ഉറച്ചു നിർത്താനുള്ളതാണ് നുബുവത്ത്. അള്ളാഹു അല്ലാത്തതില്ല എന്നും കൂടി പറയാനാണ് റിസാലത്ത്. അല്ലാഹു തആല പറഞ്ഞു ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ചരിത്രത്തിന്റെ 2-ാം ഘട്ടം, 2-ാം അധ്യായം. എന്താണ് നൂഹ് കാലഘട്ടത്തിൽ നടന്നത്? ശിർക്ക് ലോകത്തുണ്ടാവേണ്ടത് എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുള്ളത് ജാറങ്ങളിലൂടെ ആയിരിക്കണം. അമ്പലങ്ങളോ ചർച്ചുകളോ അതുപോലെയുള്ള ദേവാലയങ്ങളൊന്നും ശിർക്കിന്റെ ആധികാരിക കേന്ദ്രങ്ങളല്ല, അനുബന്ധ കേന്ദ്രങ്ങൾ മാത്രമാണ്. ആധികാരിക കേന്ദ്രം അല്ലാഹ് നിശ്ചയിച്ചത് ജാറങ്ങളാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാനാണ് പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 1-ാമത്തെ റസൂലായിട്ട് വരുന്നു. ആരിലേക്ക്? ആദമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിലേക്ക്. അന്ന് ഹിന്ദുക്കളില്ല, ക്രിസ്ത്യാനികളില്ല, ജൂതന്മാരില്ല, മജൂസികളില്ല, മറ്റ് മതങ്ങളില്ല, ചിന്താഗതികളില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കുല്ലുഹും ഫി തൗഹീദ്. 100% മുസ്ലിമീങ്ങൾ മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആ 10 തലമുറ കഴിഞ്ഞ് 11-ാമത്തെ തലമുറയിൽ അല്ലാഹല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് നൂഹ് നബിക്ക് വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിലെ മൊല്ലമാരും മൗലാനമാരും 5 ഔലിയാക്കൾക്ക് ജാറം കെട്ടി ഇലാഹ നിറത്തി തുടങ്ങി. അത് പറ്റൂല എന്ന് പറയാനാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. കൃത്യമാണ് കാര്യം. അല്ലെങ്കിൽ എന്ന് പറ, അല്ലെങ്കിൽ വേറെ ഏതോ മതക്കാരെ നന്നാക്കാനാണ് നൂഹ് നബി വന്നത് എന്ന് പറ. നാം തീർച്ചയായിട്ടും നൂഹിനെ ആ ഖൗമിലേക്ക് നിയോഗിച്ചു റസൂലായിട്ട്. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ്, ഓ എന്റെ ജനതയെ നിങ്ങൾ അല്ലാഹനെ മാത്രമായി വഹീദുല്ലാഹ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ജാറങ്ങൾ കിട്ടിയത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വദ്ദിനെയും സുവായിനെയും ഇബാദത്ത് ചെയ്യാൻ സാധിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത പ്രശ്നത്തിൽ ഈ ഔലിയാക്കൾ ഇടപെടിപ്പിച്ച് അല്ലാഹനെ സ്വാധീനിക്കാനുള്ള ശൈത്വാനിയത്ത് കിട്ടിയത്? പറ്റൂല. ഉബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ മാത്രം വേണം വിളിക്കാൻ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്ത ഒരു ഇടയാളം നിങ്ങൾക്ക് ഇല്ല. അല്ലാഹു അത് ഏർപ്പാടാക്കിയിട്ടില്ല. അത് നിങ്ങൾ വർജിക്കുക തന്നെ ചെയ്യണം. അഫലാ തത്തഖൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, നിങ്ങൾ നിസ്കാരക്കാരല്ലേ, നോമ്പുകാരല്ലേ, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരല്ലേ, നിങ്ങൾ ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവരല്ലേ, പള്ളി മദ്രസയുള്ളവരല്ലേ, അറബി കോളേജ് ഉള്ളവരല്ലേ, നിങ്ങൾ മഹല്ലും ജമാഅത്തും എല്ലാം ഉള്ളവരല്ലേ. ആ കാലഘട്ടത്തിന്റെ സ്ഥിതിയാണ് പറഞ്ഞത്. നൂഹി കാലഘട്ടത്തിന്റെ പ്രത്യേകത പുരോഹിതന്മാരാൽ മാത്രം ദീനുൽ ഇസ്ലാമിന്റെ തൗഹീദിന് കോട്ടം തട്ടി എന്നതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ ഉണ്ടായിട്ടില്ല, പുരോഹിതന്മാരാണ് ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ. അതുകൊണ്ടാണ് അല്ലാഹു തആല തൊട്ടപ്പുറത്ത് പറഞ്ഞത്. തൊട്ടപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ് ഈ നൂഹ് പറയുന്നത്? തീർച്ചയായിട്ടും പറഞ്ഞു, ലഖദ് ഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമി നൂഹ് മിൻ ഖൗമിഹി. ഖാലൽ മലഉ, മൗലാനമാര് പറഞ്ഞു, ശൈഖുനമാര് പറഞ്ഞു, അല്ലദീന കഫറൂ മിൻ ഖൗമിഹി, നൂഹിന്റെ ഖൗമിലെ കാഫിരീങ്ങളായ മൗലാനമാർ. ഇവിടെ അല്ലാഹു തആല കാഫിർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? വല്ലാഹി ജാറം മാത്രമാണ് കാരണം, വേറെ ഒരു കാരണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ കൊല്ലങ്ങൾ കുറേയായി നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയിട്ട്. നൂഹ് നബിന്റെ ഖൗമിനെ അല്ലാഹ് കാഫിർ എന്ന് പറയാൻ പ്രത്യേക കാരണം എന്താണ്? ഈ ജാറങ്ങളല്ലാതെ വേറെ എന്ത് കാരണം വെച്ചിട്ടാണ് അവരെ കാഫിർ എന്ന് പറഞ്ഞത്? അല്ലദീന കഫറു, ഖാലൽ മലഉൽ ലദീന കഫറു മിൻ ഖൗമി. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ ഖൗമിൽപ്പെട്ട മലഉകൾ, പുരോഹിതന്മാര്, മൗലാനമാര്, ശൈഖുനമാര്, അന്ന് പ്രത്യേക രാഷ്ട്രീയാധികാരങ്ങളോ രാജാക്കന്മാരോ വന്നില്ല. അന്ന് സമൂഹത്തെ നിയന്ത്രിച്ചതും ഇറാഖിനെ നിയന്ത്രിച്ചത് മുഴുവനും ഈ പുരോഹിതന്മാരാണ്, ഈ ശൈഖുനമാരും മൗലാനമാരുമാണ്. സാമ്പത്തിക സ്രോതസ് ഈ 5 ജാറങ്ങളാണ്. ആ ജാറങ്ങൾ വെച്ച് പരമസുഖമായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞു, അന്ന് ജനങ്ങളോട് പറഞ്ഞു,
ഹോ ജനങ്ങളെ, തീർച്ചയായിട്ടും ഈ നൂഹ് പറയുന്നത് കള്ളമാണ് ഈ നൂഹ് പറയുന്നത്. യുരീദു അൻ യതഫല്ലല അൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യനാവാൻ ആഗ്രഹിക്കുകയാണ് അവൻ. നിങ്ങളെ നേതാവാകാൻ ശ്രമിക്കുകയാണ്, നിങ്ങളെ ഭരിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഉപ്പുപ്പമാരൊന്നും നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല, അള്ളാഹ് മാത്രം എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ഇത് നൂഹിന്റെ വകയുള്ളതാണ്. ഈ അള്ളാഹ് മാത്രം മതി, ചാറാൻ പറ്റൂല എന്നത്. തീർച്ചയായിട്ടും നൂഹ് വഴികേടിലാണ്, അവന് ഭ്രാന്തുണ്ട്, ജിന്നത്തുണ്ട് അവന്. അതുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിച്ചു പോകരുത് എന്ന് നല്ല അവരോട് പറഞ്ഞത്. കൃത്യമല്ലേ? സൂറത്തു മുഅ്മിനൂൻ എടുത്തു നോക്കി. എന്ത് കാരണത്താലാണ് ആ കൗമ് നൂഹ് നബിയോട് ആ വിഷയം സംസാരിച്ചത്? വേറെ ഒന്നും നൂഹ് നബി പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ മായിലേക്കും മിന്നിലാഹിൻ ഗൈറു, നിങ്ങൾ ഈ വദ്ദിന്റെയും സുവായിന്റെയും യൗഖിന്റെയും നസറിന്റെയും ജാറത്തിൽ പോകാൻ പാടില്ലെന്നല്ലേ നൂഹ് നബി പറഞ്ഞിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും നൂഹ് നബി പറഞ്ഞിരുന്നു? അവരോട് ചരിത്രത്തിൽ ഖുർആനിലോ സുന്നത്തിൽ ഹദീസിലോ താരീഖിലോ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ചരിത്രം പിന്നീട് വരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കാണ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, മൂന്നാം ഘട്ടം ഇബ്രാഹിമി കാലഘട്ടമാണ്. ഇന്നല്ലാഹ അസ്തഫ ആദം വ നൂഹൻ വ ആല ഇബ്രാഹിം. മൂന്നാം ഘട്ടം. എന്താണ് മൂന്നാം ഘട്ടത്തിന്റെ പ്രത്യേകത? പുരോഹിതന്മാരും ഭരണാധികാരികളും കൂടിച്ചേർന്നുകൊണ്ട് ഇസ്ലാമിനെ കൊല്ലുക എന്നതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ ആസർ പൗരോഹിത്യത്തിന്റെ നേതാവാണ്, അന്നത്തെ സമസ്ത പ്രസിഡന്റാണ് ആസർ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഷിയാക്കൾ ആസറിനെ കാഫറ എന്ന് പറയില്ല. ആസർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പയല്ല, ഇളയപ്പ എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കും ഇവര്. അള്ളാഹ് പറയുന്ന അപ്പാന്ന് ഉപ്പയാണെന്ന്. ഇവിടുത്തെ ഷിയാക്കളുണ്ടല്ലോ, ഇവിടുത്തെ ജാറത്തിന്റെ ആൾക്കാർ ഇബ്രാഹിം നബിനെ കുറ്റം പറയില്ല, ഇബ്രാഹിം നബി ബാപ്പാനെ കുറ്റം പറയില്ല. കാരണം അവരെ ഷെയ്ഖ. അതുകൊണ്ടാണത് ഒരു രഹസ്യ അജണ്ടയാണത്. സാധാരണക്കാർക്ക് തിരിഞ്ഞോളണമെന്നില്ല. ഇബ്രാഹിം നബിന്റെ ബാപ്പ എങ്ങനെ കാഫറാകുക എന്ന് അവർ ചോദിക്കുക. അള്ളാഹ്ക്ക് അതൊന്നും വിഷയമല്ല. ബാപ്പയാരും മോനാരും ഇതൊന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. അള്ളാഹ്ക്ക് ഹിദായത്തിന്റെ കാര്യം വ്യക്തികളുമായിട്ടാണ് ബന്ധം, വേറെ അഡ്രസ്സിലല്ല ബന്ധം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ ആസർ പൗരോഹിത്യത്തിന്റെ നേതൃത്വമായിരുന്നു അന്ന്. പരമ്പരാഗതമായി വന്ന ജാറങ്ങൾക്ക് നേതൃത്വം വഹിക്കുക, ആ ജാറങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾക്ക് നേതൃത്വം വഹിക്കുക, അതിന് ജനങ്ങളെ കൂട്ടുക, ജനങ്ങൾക്ക് ആത്മീയമായ പ്രഭാഷണങ്ങൾ നടത്തുക, ഇതൊക്കെയായിരുന്നു അന്ന് ആസറിന്റെ ജോലി. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറഞ്ഞത് വഇദ് ഖാല ഇബ്രാഹീമു ലി അബീഹി വഖൗമിഹി. ഇബ്രാഹിമിന്റെ ബാപ്പാനോടും കൗമിനോടും കൂടി പറഞ്ഞു. ബാപ്പാനെ പ്രത്യേകം പറഞ്ഞു. കാരണം പൗരോഹിത്യത്തിന്റെ ലീഡർഷിപ്പ് അന്ന് ആസറിനാണ്, അധികാരത്തിന്റെ മേൽക്കോയ്മ അന്ന് നമ്രൂദിനാണ്. അപ്പൊ പുരോഹിതന്മാരുടെ നേതാവായി, അഥവാ ആത്മീയ കാര്യങ്ങൾ, മൗലൂദ് കഴിക്കുക, റാത്തീബ് കഴിക്കുക, കുത്തുബിത്ത് കഴിക്കുക, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതൊക്കെ നേതൃത്വം ആസറിന്റെ വക. പണം ചെലവാക്കുന്നതൊക്കെ നമ്രൂദും. മനസ്സിലാകുന്നുണ്ടല്ലോ? ചേർത്ത് വായിത്തോളണം, പിന്നെ എല്ലാം പറയണ്ട. പിന്നെ ചൊല്ലി എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുൽമാൽ ഉണ്ടാക്കാൻ മെനക്കാറുണ്ട്. ഞാൻ ചരിത്രമാണ് പറയുന്നത്. അല്ലാഹു തആല ഇച്ചിരി ബുദ്ധി കൊടുത്തു എനിക്ക് മനസ്സിലാവും, അല്ലാത്ത എനിക്ക് മനസ്സിലാവില്ല. ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പുരോഹിതന്മാരും രാജാധികാരമുള്ളവരും ദീനുൽ ഇസ്ലാമിനെ കൊല്ലുന്ന കഥയാണ് നാം ഇബ്രാഹിം ഈ ചരിത്രത്തിലൂടെ കാണുന്നത്. ആ ചരിത്രത്തെ അല്ലാഹു തആല ഹജ്ജുമായി ബന്ധിപ്പിച്ചു, ഇല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ അല്ലേ അല്ലാഹു തആല ഹജ്ജുമായി ബന്ധിപ്പിച്ചത്? എന്താണ് ഹജ്ജിന്റെ ചരിത്രം? തൗഹീദിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ മുഹമ്മദി ഉമ്മത്തിന് കഴിയുമെന്ന് പഠിപ്പിക്കാനാണ് ഹജ്ജ്. പാവം പൊറുപ്പിച്ചിട്ട് വേഗം വന്നിട്ട് സലാമത്താകാനല്ല ഹജ്ജ്. വഅദാനും ഫിന്നാസ് വഅദാനും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള അനൗൺസ്, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള അനൗൺസ്, യൗമൽ ഹജ്ജിൽ അക്ബർ, ആ മഹത്തായ ഹജ്ജിന്റെ ദിവസം.
അന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനെ മക്കത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജാറങ്ങളെ മുഴുവനും പൊളിച്ചു മാറ്റാൻ ഏർപ്പാടാക്കിയത്. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ അവസാനം ചെയ്യാൻ കാരണം? നേരത്തെ നുബുവത്തിന്റെ 8-ാം കൊല്ലം തന്നെ നിസ്കാരം ഫർളായില്ലേ? ഹിജ്റയുടെ 2-ാം കൊല്ലം സക്കാത്തും നോമ്പും ഫർളായില്ലേ? ഹജ്ജിന് നീട്ടിവെക്കാൻ കാരണം അഷ്റഫുൽ ഖൽഖ് ഹജ്ജിന് പോകുമ്പോൾ പാരമ്പര്യ മുസ്ലിങ്ങളും പോകും. മുവഹിദുകൾ മാത്രമല്ല, പാരമ്പര്യ മുസ്ലിം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവർ മുസ്ലിമീങ്ങളാണ്, പാരമ്പര്യക്കാരാണ്. നമ്മുടെ നാട്ടിലെ പാരമ്പര്യക്കാരെ പോലെ, നല്ല നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ പോലെയാണ് മുശ്രിക്കുകൾ, ഖുറൈശികൾ എന്ന് കള്ളമായൊരു പ്രചരണത്തെ പുരോഹിതന്മാർ നടത്തുന്നുണ്ട്. അത് അവരെ വാദം ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള കള്ളമാണത്. അവർ പാരമ്പര്യക്കാരാണ്. ഇബ്രാഹിമി ശരീഅത്തും ഇബ്രാഹിമി മില്ലത്തും അനുസരിച്ച് ജീവിക്കുന്ന സമൂഹമായിരുന്നു ഖുറൈശി സമൂഹം. അതുകൊണ്ട് അവർ കൃത്യമായി ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിന് മുമ്പേ ഹജ്ജ് ചെയ്യുമായിരുന്നു. അവർ റസൂലുള്ളാഹി ജനിക്കുന്നതിന് മുമ്പേ ഹജ്ജും ഉംറയും ഉണ്ട്. അതിനൊക്കെ അവർക്ക് തെളിവ് ഇബ്രാഹിമി ശരീഅത്താണ്, ഇബ്രാഹിമി മില്ലത്തുമാണ്. ഇതെല്ലാം ഈ സമൂഹത്തിന് പറയാൻ കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചു. എന്തിനെന്നറിയോ? ജാറങ്ങളെ സംരക്ഷിക്കാൻ. ഖുർആനിൽ പറഞ്ഞ ശിർക്കിന്റെ ആയത്തെല്ലാം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. സെലഫികൾ അത് മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കുന്നു, അത് കള്ളമാണ് എന്ന് പറയാൻ ഇവിടുത്തെ ഷീഈ പുരോഹിതന്മാര് ആ സത്യം മറച്ചു വെച്ചതാണ്. ഖുറൈശി സമൂഹം മുസ്ലിമീങ്ങളാണ് എന്നുള്ള സത്യം അവർ പരമ്പരാഗത മുസ്ലിമീങ്ങളാണ്. ഒരുപാട് ചരിത്രങ്ങൾ നാം പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 9-ാം കൊല്ലം ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. 8-ാം കൊല്ലം മക്കം ഫത്ഹ് ഉണ്ടായി. അതോടുകൂടി മക്ക രാജ്യം മുസ്ലിമീങ്ങളുടേതായി. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമായി മക്കായി. അതുകൊണ്ട് തന്നെ 9-ാം കൊല്ലം അഷ്റഫുൽ ഖൽഖ് ഹജ്ജിന് വേണ്ടി ഏർപ്പാടാക്കി. റസൂലുള്ളാഹി ഹജ്ജിന് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുവഹിദീങ്ങളായ മുസ്ലിമീങ്ങളോടൊപ്പം പാരമ്പര്യ മുസ്ലിമീങ്ങളും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു, തയ്യാറായി. 2 വിഭാഗവും ഹജ്ജിന് വേണ്ടി തയ്യാറായി. റസൂലുള്ളാഹി തങ്ങൾ യാത്ര ക്യാൻസലാക്കി. കാരണം ഖുറാഫികളുണ്ട്, കുത്തുബെത്തുകാരും ദാത്തീബുകാരും ഉണ്ട്, അതുകൊണ്ട് അവരൊക്കെ പോവില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് ക്യാൻസലാക്കി. പാരമ്പര്യക്കാർ ഒന്നിച്ച് പോകാൻ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടാക്കിയില്ല. നമ്മൾ പറയുന്നത് ഒന്നിച്ച് എല്ലാം ആവാമെന്ന്. കുഫ്ർ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ജാറം കുഫ്രാന്ന് മാത്രം പറഞ്ഞാൽ മതി. ജാറത്തിൽ പോന്നവൻ ഓൻ്റെ ഒന്നിച്ച് ബിരിയാണി തിന്നാം, ഓൻ്റെ മോളെ കല്യാണം കഴിക്കാം, ഓൻ്റെ പള്ളിയിൽ പോയി നിസ്കരിക്കാം, ഓൻ്റെ പള്ളിയിൽ പ്രസിഡന്റ് ആവാം. ഇപ്പൊ സെൽഫികളും പറയുന്നത് അങ്ങനെയാണ്. എവിടെ എത്തി കാര്യം എന്നുള്ള കാര്യം അള്ളാഹ്ക്കറിയാം. അതും ആവാം ഇതും ആവാം. ഒരു അഡ്ജസ്റ്റ്മെന്റ് സെൽഫിയെത്തി ഇല്ല. വളരെ ശക്തവും തീവ്രവുമാണ് ഇസ്ലാമിന്റെ തൗഹീദി സംവിധാനം. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അഅമാലി കാര്യത്തിൽ, അനുഷ്ഠാന കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആവാം ശരീഅത്തിന്റെ കയ്യൊപ്പോടെ. നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ? ഇരുന്നിട്ട് നിസ്കരിക്കാം അല്ലേ? ഇരുന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ? കിടന്നിട്ട് നിസ്കരിക്കാം. കിടന്നിട്ടും കഴിയുന്നില്ലേ? മനസ്സിൽ ഇങ്ങനെ ഓടിച്ചാൽ മതി. എല്ലാറ്റിനും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നോമ്പ് നോക്കാൻ രോഗമാണോ? പിന്നെ നോറ്റാൽ മതി. യാത്രയിലാണോ? പിന്നെ നോറ്റാൽ മതി. ഇപ്പം നോക്കണ്ട. എന്തൊരു രസമാണ് ഇസ്ലാം. പക്ഷെ ഈമാൻ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ല. കാഫിർ തന്നെ, മുശ്രിക്ക് തന്നെ. അതിന് ഹിന്ദുക്കളെ വെട്ടിക്കെട്ടിട്ട് രക്ഷപ്പെടാനൊന്നും പോണ്ട, അത് വേറെ വിഷയം. ഹിന്ദുക്കളുടെ അസ്ലി കുഫിരിയത്ത് അത് വേറെ വിഷയമാണ്. മുസ്ലിമീങ്ങളുടെ കുഫിരിയത്താണ് ഏറ്റവും വലിയ വിഷയം. മുസ്ലിങ്ങളുടെ ശിർക്കാണ് ഏറ്റവും വലിയ വിഷയം. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ശിർക്കല്ല വിഷയം. അത് അടിസ്ഥാനപരമായി, അത് അന്ധമായി ജന്മന ഉണ്ടാകുന്ന, അതിന് വേറെ വകുപ്പുകൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. അവർ പറയുന്നത് ഇസ്ലാം, കേൾക്കുന്നത് ഇസ്ലാം. ബാങ്ക് കൊടുക്കുമ്പോൾ ഷഹാദത്ത് പറയുന്നവരാണ്, അത്തയ്യാത്തിൽ ഷഹാദത്ത് പറയുന്നവരാണ്. എന്നിട്ടും ജാറത്തിൽ പോയിട്ട് ക്രൂരമായ രീതിയിൽ ഷഹാദത്തിനെ ബാത്തിലാക്കിയവരാണ് പാരമ്പര്യ മുസ്ലിമീങ്ങൾ. റസൂലുള്ളാഹി തങ്ങൾ പോയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അമീറാക്കിക്കൊണ്ട് ആ സംഘത്തെ അയച്ചു റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് വേണ്ടി. മുസ്ലിമീങ്ങളെ അമീർ മാത്രം വിചാരിച്ചു വേണ്ട, പാരമ്പര്യക്കാരെയും കൂടി അമീറാണ് അബൂബക്കർ. ഇല്ല, പാരമ്പര്യക്കാർ അവരൊന്നിച്ചു പോന്നു. അന്ന് പോകാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, മക്കത്ത് പോകാൻ. ഔസുകാർക്ക്, ഖസ്റജുകാർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അന്ന് മക്കത്ത് പോകാൻ, ഹജ്ജിന് പോകാൻ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് അബൂജഹലിന്റെ അമീറ ഇല്ല എന്ന് പറഞ്ഞിട്ട് ന്യായം ഒരുപാട് സെൽഫികൾ വരണ്ട. സെൽഫികളല്ല, മുജാഹിദീങ്ങൾ. രണ്ട സെൽഫിയത്ത് വേറെ, മുജാഹിദിയത്ത് വേറെ. എന്തെല്ലാം നല്ല എത്തി കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മക്കും പറ്റും. അന്ന് അള്ളാഹുവിന്റെ റസൂൽ അബൂജഹലിന് അമീറായിട്ട് അബൂബക്കർ സിദ്ദീഖിനെ അയച്ചില്ല എന്ന് പറയാൻ മടിച്ചവരൊന്നും അല്ല ഈ കൂട്ടത്. അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി എന്ത് ന്യായം പറയാനും തയ്യാറായ ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. നഊദു ബില്ലാഹ്, മഅദല്ലാഹ്, അൽ ഇസ്തിആന ബില്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ ആയത്തിറക്കി മക്കയിൽ പ്രഖ്യാപനം നടത്താൻ അടുത്ത കൊല്ലം മുതൽ ഒരു കാരണവശാലും പാരമ്പര്യക്കാർ ജാറത്തിന്റെ ആൾക്കാർ ഹജ്ജിന് വരാൻ പാടില്ല. അലി റളിയല്ലാഹു തആല അൻഹുവിനെ അഷ്റഫുൽ ഖൽഖ് മക്കത്തേക്ക് അയച്ചു ഈ വിവരം അബൂബക്കർ സിദ്ദീഖിനെ അറിയിക്കാൻ. അന്ന് അബൂബക്കർ സിദ്ദീഖും അലിയും കൂടി പ്രഖ്യാപിച്ചു അടുത്ത കൊല്ലം മുതൽ ഒരു കാരണവശാലും ജാറക്കാർ ഹജ്ജിന് വരാൻ പാടില്ല, ലാത്തന്റെ ആള് ഉസ്സന്റെ ആള് ഹജ്ജിന് വരാൻ പാടില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിനെപ്പറ്റിയാണ് അള്ളാഹുവിൽ നിന്നും അള്ളാന്റെ റസൂലിൽ നിന്നും അനൗൺസ് ഉണ്ടായിട്ടുണ്ട്. യൗമൽ ഹജ്ജിൽ അക്ബർ, ആ മഹത്തായ ഹജ്ജിന്റെ ദിവസം അനൗൺസ് ഉണ്ടായിട്ടുണ്ട്. നാളെ അടുത്ത മുതൽ ഒരു കാരണവശാലും മുശ്രിക്കീങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന്. അതുവരെ മസ്ജിദുൽ ഹറാമിന്റെ മുത്തവല്ലിയാരാണ് പാരമ്പര്യക്കാര്, മസ്ജിദുൽ ഹറാമിന്റെ ഇമാമാരാണ് പാരമ്പര്യക്കാര്, മസ്ജിദുൽ ഹറാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് പാരമ്പര്യക്കാര്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആൾക്കാർക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ അവിടെ? ഒന്നും കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ദാറുൽ നദുവക്കാർ, ദാറുൽ നദുവ സുന്നി സെന്റർ, ദാറുൽ അർക്കം സലഫി സെന്റർ. സലഫി സെന്ററുകൾക്ക് ഒരു പ്രവേശനവും ഇല്ല അതുവരെയും. സുന്നി സെന്ററുകാരാണ് കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. അതുവരെ ഓർഡർ വന്നു, ഇനി ദാറുൽ നദുവക്കാർ സുന്നി സെന്ററുകാർ ഇങ്ങോട്ട് അടുത്തു പോകാൻ പാടില്ല, സലഫി സെന്ററുകാർ കൈകാര്യം ചെയ്താൽ മതി. ഇനി ഖുർആനാണ് വിട്ടത്, സൂറത്ത് തൗബ സലഫി സെന്ററാ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭാഷ ഉപയോഗിക്കണ്ടേ? ഈ തഖരീബുൽ മഅന എന്ന ഉലമാക്കൾ പറയാ, അതിന്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് അതിന് പറയാ. എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാനല്ല ഉത്തരവാദി, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പിറ്റത്തെ കൊല്ലം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് തയ്യാറായി. ഹജ്ജത്തുൽ വിദാ, അതാണ് ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹിയുടെ അവസാനത്തെ ഹജ്ജും ആദ്യത്തെ ഹജ്ജും. വിടവാങ്ങൽ പ്രസംഗം നടന്നത് ആ ഹജ്ജിൽ വെച്ചാണ്. അന്ന് 1,24,000-ലധികം മുവഹിദുകൾ മാത്രം അല്ലാഹുവിന്റെ റസൂൽ ഒന്നിച്ച്. ഒരൊറ്റ പാരമ്പര്യക്കാരനും ആ കൂട്ടത്തിലില്ല, ഒരൊറ്റ ജാറക്കാരനും ആ കൂട്ടത്തിൽ അടുപ്പിച്ചിട്ടില്ല. അവസാനത്തെ കൊല്ലം അടുത്തു പോകാൻ പാടുള്ളൂ. മസ്ജിദുൽ ഹറാം ഈ കൊല്ലത്തിന് ശേഷം ഈ കൊല്ലത്തിന് ശേഷം ഒരൊറ്റ പാരമ്പര്യക്കാരൻ ഇങ്ങോട്ട് അടുത്തു പോകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. അങ്ങനെ പൂർണ്ണമായും 100% സലഫിവൽക്കരിച്ചു മസ്ജിദുൽ ഹറാമിനെ അല്ലാഹു തആല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് താരീഖ് സഹാബ, വേറെ ഒന്നും അവിടെ നടക്കൂല. പക്ഷെ അത് പൊളിഞ്ഞു പിന്നീട്. അതങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമാക്കിയതാണ്. 100 കൊല്ലം ഏറി വന്നാൽ 100 കൊല്ലമാകുന്നതിന് മുമ്പ് പൊളിയും. ഒരു യാഥാർത്ഥ്യങ്ങളും 100 കൊല്ലം ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുകയില്ല. 0-ൽ നിന്ന് തുടങ്ങും, 99-ൽ വീണ്ടും 0-ലേക്ക് തിരിച്ചു പോകും. അതാണ് ചരിത്രം. ഏത് ചരിത്രം പരിശോധിച്ചോ, ഭൗതിക ചരിത്രമാവട്ടെ ഇസ്ലാമിക ചരിത്രമാവട്ടെ, 0-ൽ നിന്ന് തുടങ്ങും, 99-ലെത്തും അതിന്റെ ക്ലൈമാക്സിൽ. അടുത്ത കൊല്ലം 0-ലേക്ക് വീണ്ടും തിരിച്ചു പോകും. ഇന്ന് വരെയും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ രീതിയാണ്. ഭൂലോകത്ത് അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടിയാണ് ചരിത്രത്തിന്റെ അവസാനം കുറിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തെ ആ രീതിയിൽ ഇബ്രാഹിമി ചരിത്രവുമായിട്ട് ബന്ധിപ്പിച്ചു അല്ലാഹു തആല. പിന്നീട് വരുന്നത് മുഹറമാണ്, നമ്മളിപ്പോഴുള്ള മാസം മുഹറം മാസം. ഇബ്രാഹിമി പാരമ്പര്യത്തിൽ നിന്നും മൂസാ പാരമ്പര്യത്തിലേക്ക്. അതെ, ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ വആല ഇബ്രാഹിം വആല ഇമ്രാൻ. ഇമ്രാന്റെ കുടുംബത്തിന്റെ തലപ്പത്തുള്ള ആളാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രത്തെ എന്താണ് ആ ചരിത്രത്തിന്റെ പ്രത്യേകത? അധികാര രാഷ്ട്രീയക്കാർക്ക് മേൽക്കോയ്മയും പുരോഹിതന്മാര് ഭരണാധികാരികളുടെ ചൊൽപ്പടിക്കാരുമായ കാലഘട്ടമാണ്. ഫിർഔൻ അധികാര രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത്, പുരോഹിതന്മാർക്ക് വോയിസ് ഇല്ല. പുരോഹിതന്മാരെ സാധാരണക്കാരായ ജനങ്ങളെ ഫിർഔന്റെ അടിമകളാക്കാനുള്ള ആത്മീയ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ജോലി മാത്രമാണ് പുരോഹിതന്മാർക്ക്. ആ കൂട്ടത്തിൽ വലിയ വലിയ സാഹിര്യങ്ങൾ വരെയുണ്ട്, മായാജാലക്കാർ വരെയുണ്ട്, അറിയാമല്ലോ. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഓർക്കണം ചരിത്രത്തിൽ. നമ്മൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, ഫിർഔന്റെ നേതൃത്വത്തിലുള്ള തീവ്രമായ രാഷ്ട്രീയാധികാരം, പുരോഹിതന്മാരുടെ സപ്പോർട്ടും രാഷ്ട്രീയാധികാരികൾക്ക്. ഇബ്രാഹിമി കാലഘട്ടം പുരോഹിതന്മാരും ഭരണാധികാരികളും ഒരുമിച്ചുകൊണ്ട് സമൂഹത്തെ നയിക്കുന്ന രീതി. നൂഹ് നബിന്റെ കാലഘട്ടം പുരോഹിതന്മാരും മാത്രം ഇസ്ലാമിനെ കൊല്ലുന്ന രീതി. ആ ചരിത്രത്തിന്റെ രീതി പഠിച്ചിരിക്കണം. മുഹറം മാസത്തെ അല്ലാഹു തആല സാക്ഷിയാക്കിയത് അതിനു വേണ്ടിയിട്ടാണ്. അതെ, റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു താസീമീം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഹോ നബിയേ, നിങ്ങൾക്ക് ഞാൻ
മൂസയുടെ ചരിത്രത്തിൽ നിന്ന് ഹക്കായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉണർത്തുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഖസസ് ആരംഭിക്കുന്നത്. തുടർന്നങ്ങോട്ട് മൂസ കാലഘട്ടം ചരിത്രത്തിൽ നിർണായകമാണ്. ഇതെല്ലാം സ്വരൂപിച്ചുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ള യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളക്ക് പ്രത്യേകമായി ഒരു കാലഘട്ടവുമായിട്ട് ബന്ധമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ദുൽഹജ്ജുമായി ബന്ധിപ്പിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ മുഹറവുമായിട്ട് ബന്ധിപ്പിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ഒരു പ്രത്യേക കാലവുമായിട്ട് ബന്ധിപ്പിച്ചു. ഇതെല്ലാം സ്വരൂപിച്ചുകൊണ്ട് മുഹമ്മദ് ഈ കാലഘട്ടത്തെ ബന്ധിപ്പിച്ചു, എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചു. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കും? നൂഹ് ഈ കാലഘട്ടം ഇസ്ലാമിനെതിരിൽ ഈ കാലഘട്ടത്തിൽ നടക്കും. ഇബ്രാഹിം ഈ കാലഘട്ടം ഇസ്ലാമിനെതിരിൽ ഉണ്ടാവും. മൂസ കാലഘട്ടം ഇസ്ലാമിനെതിരിൽ ഉണ്ടാവും. ഇതും എല്ലാ കാലഘട്ടത്തെയും കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ ഈ ആഴ്ച മാസത്തിൽ ഒരാഴ്ച മാത്രമാകുമ്പം പണ്ടര പറഞ്ഞ മാതിരികളെ പറഞ്ഞ് നിർത്തും. ഒരു മാസം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മറക്കും. പിന്നെ തന്നെ പറഞ്ഞുകൊടുക്കുകയും ചെയ്യും. അത് ഞാൻ ഉത്തരവാദിയല്ല. ഇൽമിൽ അള്ളാഹു ഒരുപാട് ബറക്കത്ത് ചെയ്ത് തരട്ടെ. അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖ് അള്ളാഹു നസീബാക്കി തരട്ടെ. നമ്മുടെ രോഗികളോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. അസ്ബാബുകളെ പരിഗണിക്കാതെ അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് നമ്മുടെ രോഗികൾക്ക് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ അള്ളാഹു അവൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ന്യൂനപക്ഷത്തോടൊപ്പം അവൻ്റെ ഔദാര്യം കൊണ്ട് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് മണ്ണടഞ്ഞ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ആ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ന്യൂനപക്ഷത്തോടൊപ്പം ചേരാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ആ വഴി നമുക്ക് അവൻ്റെ ഔദാര്യം കൊണ്ട് തുറന്നു തരികയും ചെയ്യട്ടെ. സല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ് വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹുമ്മ റബ്ബനാ ശഫീഉ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി റളിയല്ലാഹു അൻഹും وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقل الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صاددين والدين في بدك وبحرك وجوك أجمعين يا رب العالمين. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر